ഹായ് മക്കളെ, അമീൻസ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഡൈഅസോട്ടൈസേഷൻ? ഡൈഅസോട്ടൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. എന്താണ് ഡൈഅസോട്ടൈസേഷൻ? ശ്രദ്ധിച്ചു കണ്ടോ മോനെ. ഒരു ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഉണ്ടാക്കുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഡൈഅസോട്ടൈസേഷൻ. എവിടെ നിന്നാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഉണ്ടാക്കുക? ബെൻസീൻ റിങ്ങിൽ NH2 അഥവാ അനിലിനിൽ നിന്നാണ് ഡൈഅസോട്ടൈസേഷൻ നടക്കേണ്ടത്. അപ്പോൾ അതിനുള്ള റിയേജൻറ്റുകൾ ഓർത്ത് വെച്ചോളണേ. ഒന്നാമത്തെ റിയേജൻ്റ് ആണ് NaNO2 പ്ലസ് HCl. രണ്ട് പേര് വേണം. ആരാടാ? NaNO2 പ്ലസ് HCl വേണം. 273 to 278 കെൽവിൻ ടെമ്പറേച്ചറും വേണം. അപ്പോൾ ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്താൽ എന്ത് കിട്ടും? ബെൻസീൻ റിങ്ങിൽ NH2 എന്ന് പറയുന്ന ആൾ N2Cl ആയിട്ട് മാറും. ഇതിനെ നമ്മൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്നാണ് പേര് വിളിക്കുക. അപ്പോൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഉണ്ടാക്കുന്ന റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈഅസോട്ടൈസേഷൻ. പഠിച്ചല്ലോ. ആ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരുപാട് റിയാക്ഷനുകൾ നടത്താൻ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിന് പറ്റും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റിയാക്ഷനാണ് സാൻമേഴ്സ് റിയാക്ഷൻ. അപ്പോൾ എന്താണ് സാൻമേഴ്സ് റിയാക്ഷൻ? ക്വസ്റ്റ്യൻ ബിയുടെ ആൻസറാണ് ഞാൻ ഈ പറയുന്നത്. ബെൻസീൻ റിങ്ങിൽ N2Cl വന്നാൽ ദാറ്റ് ഈസ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. അതിലേക്ക് കേൾക്കണേ മോനെ, കോപ്പറിൻ്റെ ഹാലൈഡ് ഇടണം. കോപ്പർ ഹാലൈഡ്. ഹാലജന് പകരം ഇവിടെ ക്ലോറിനാണ് ഞാൻ കൊടുത്തത്. ബ്രോമിനോ അയഡിൻ ആര് വേണമെങ്കിലും ആകാം. CuCl. ചിലപ്പോൾ ഇങ്ങനെയും കാണാം, Cu2Cl2 എന്നും കാണാം. രണ്ടും ഒരേപോലെയാണ്. ബാർ HX എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ HCl ആയിക്കോട്ടെ. അപ്പോൾ ഈ റിയേജൻറ്റ് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി N2Cl എന്ന് പറയുന്ന ഗ്രൂപ്പ് അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യും. എന്നിട്ട് ബെൻസീൻ റിങ്ങിൽ N2Cl നിന്നിരുന്ന സ്ഥാനത്ത് ഈ കോപ്പറിൻ്റെ കൂടെയുള്ള ആളാരാണോ അയാൾ മാത്രം ഇവിടെ കയറിയിരിക്കും. അപ്പോൾ ആരാ കിട്ടുക? ക്ലോറോ ബെൻസീൻ കിട്ടും. ഈ റിയാക്ഷൻ നമുക്ക് എവിടെ പഠിക്കാനുണ്ട്? ഹാലോ ആൽക്കെയിൻ എന്ന ചാപ്റ്ററിൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഹാലോ അരീനിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് സാൻമേഴ്സ് റിയാക്ഷൻ. അപ്പോൾ സാൻമേഴ്സ് റിയാക്ഷൻ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് കാണിക്കുന്ന റിയാക്ഷൻ ആണെന്നും അതിൻ്റെ റിയേജൻറ്റ് CuCl ബാർ HCl ആണെന്നും പ്രൊഡക്റ്റ് ക്ലോറോബെൻസിൻ പോലെയുള്ള ഏതെങ്കിലും ഒരു ഹാലോ ബെൻസിൻ ആയിരിക്കുമെന്നും ഓർത്തു വെക്കുന്നത് നിർബന്ധമാണ്. ഓർത്തു വെക്കേണ്ടത് നിർബന്ധമാണ്. റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്. ശ്രദ്ധിച്ച് കേട്ടടാ. CH2 6 തവണയുണ്ട്. ഞാനിങ്ങനെ ഹൈഡ്രജൻ ഒന്നും എഴുതാതെ ഒരു 6 കാർബൺ എഴുതുന്നുണ്ട്. എന്നിട്ട് അതിൽ ഒന്നാമത്തെ കാർബണിൽ NH2, ആറാമത്തെ കാർബണിലും NH2. ഇവൻ്റെ IUPAC നെയിം പറയാനാണ് പ്രശ്നം. ഒന്നാമത്തെയും ആറാമത്തെയും കാർബണുകളിൽ അമീനുണ്ട്. ടോട്ടൽ 6 കാർബണില്ലേ? അപ്പോൾ ഹെക്സ് എന്ന് പറഞ്ഞു. എല്ലാ കാർബണുകൾക്കിടയിലും സിംഗിൾ ബോണ്ടാണ് ഹെക്സൻ എന്ന് പറഞ്ഞു. ഒന്നാമത്തെയും ആറാമത്തെയും കാർബണുകളിൽ 2 അമീനുണ്ട്. ഡൈ അമീൻ എന്നും പറഞ്ഞു. അപ്പോൾ ഹെക്സൻ 1,6 ഡൈ അമീൻ എന്നോ 1,6 എന്നതിന് മാത്രം തുടക്കത്തിൽ പറഞ്ഞിട്ട് 1,6 ഹെക്സൻ ഡൈ അമീൻ എന്നോ ഇതിൻ്റെ പേര് പറയാം. IUPAC നെയിം എഴുതാൻ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എക്സ്പ്ലെയിൻ ദി മെത്തേഡ് ടു ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് തെർഷ്യറി അമീൻസ്. ഓൾസോ റൈറ്റ് ദി കെമിക്കൽ ഇക്വേഷൻസ് ഇൻവോൾവ്. എടാ, ഒരു അമീനിനെ തന്നിട്ട് ഇത് പ്രൈമറി അമീൻ ആണോ, സെക്കൻഡറി അമീൻ ആണോ, തെർഷ്യറി അമീൻ ആണോ എന്ന് കാണാൻ പറഞ്ഞാൽ ചെയ്യാനുള്ള ടെസ്റ്റിൻ്റെ പേരാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ്. എന്താ കുഞ്ഞെ? ഹിൻസ്ബർഗ് ടെസ്റ്റ്. അപ്പോൾ ഹിൻസ്ബർഗ് ടെസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹിൻസ്ബർഗ് റിയേജൻ്റ് ആണല്ലോ. ആ ഹിൻസ്ബർഗ് റിയേജൻ്റ് ആരാണെന്ന് ഞാനിവിടെ ബോർഡിൽ എഴുതുന്നുണ്ട്. ഹിൻസ്ബർഗ് റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിൽ SO2Cl ആണ്. ബെൻസീൻ റിങ്ങിൽ SO2Cl വന്നാൽ ആ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഹിൻസ്ബർഗ് റിയേജൻ്റ്. എങ്ങനെയാണ് പ്രൈമറി, സെക്കൻഡറി, തെർഷ്യറി അമീനുകളെ തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് മനസ്സിലാക്കുക? ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു പ്രൈമറി അമീനിനെ ഞാൻ RNH2 എന്ന് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ഹിൻസ്ബർഗ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഹിൻസ്ബർഗ് റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിൽ SO2Cl ആണല്ലോ. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് എഴുതുന്ന Clനെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ റിയാക്ഷൻ നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാവാനാണ്. എന്താണ് റിയാക്ഷൻ? ഭയങ്കര സിമ്പിളാണ്. ഈ NH2-ൽ നിന്നുള്ള ഒരു ഹൈഡ്രജനും ഹിൻസ്ബർഗ് റിയേജൻറ്റിലെ ക്ലോറിനും HCl ആയിട്ട് അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ആ എലിമിനേറ്റ് ചെയ്ത ആളുകളെ മാറ്റി നിർത്തിയാൽ കാണുന്നത് എന്താണോ അത് നേരെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതിയാൽ ഇവിടെ RNH എന്ന് ബാക്കിയുണ്ടാവും. ശരിയല്ലടാ? RNH എന്ന് ബാക്കിയുണ്ടാവും. NH2-ലെ ഒരു ഹൈഡ്രജൻ പോയി, ഇവിടുന്ന് ക്ലോറിനും പോയി. അതുകൊണ്ട് തന്നെ NH-ന് നേരെ ബോണ്ട് ഉണ്ടാക്കുന്നത് ഈ SO2-ലേക്കാണ്. ആ SO2-ൻ്റെ അപ്പുറത്ത് ഒരു ബെൻസീൻ റിംഗ് ഉണ്ട്. ബെൻസീൻ റിങ്ങിനെ നമ്മൾ ഷോർട്ടായിട്ട് PH എന്ന് റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സാധനം ഒരു പ്രസിപ്പിറ്റേറ്റ് ആണ്. എന്താണ് കിട്ടുക? പ്രസിപ്പിറ്റേറ്റ്. അപ്പോൾ പ്രൈമറി അമീനാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ട്. ഇനി സെക്കൻഡറി അമീനാണെങ്കിലും തെർഷ്യറി അമീനാണെങ്കിലുള്ള ഡിഫറൻസ് നോക്കണേ. സെക്കൻഡറി അമീനിനെ ഞാൻ R2NH എന്ന് റെപ്രസെൻ്റ് ചെയ്യാണ്. പരാതിയില്ലല്ലോ. നൈട്രജൻ്റെ കൂടെ 2 ഹൈഡ്രജൻ വന്നാൽ പ്രൈമറി അമീനാണ്. നൈട്രജൻ്റെ കൂടെ 1 ഹൈഡ്രജൻ ആണെങ്കിൽ സെക്കൻഡറി അമീനാണ്.
സെയിം പരിപാടി ഞാൻ ആവർത്തിക്കുന്നു. ക്ലോറിൻ SO2 ബെൻസീൻ റിംഗ് എന്ന് പറഞ്ഞാൽ ആരാ? ബെൻസീൻ റിംഗിൽ SO2Cl വന്നു. ബെൻസീൻ റിംഗിൽ SO2Cl വന്നാൽ അവൻ്റെ പേരാണ് ഹിൻസ്ബർഗ് റിയേജന്റ്. അപ്പോൾ ഹിൻസ്ബർഗ് റിയേജന്റിന് ഞാനൊന്ന് രൂപം മാറ്റി എഴുതിയതാണ്. റിയാക്ഷൻ സെയിം ആണ്. ഇവിടെ നിന്നൊരു ഹൈഡ്രജൻ പോകും, ഇവിടെ നിന്നൊരു ക്ലോറിൻ പോകും. അപ്പോൾ അവിടെ നിന്ന് HCl എലിമിനേറ്റ് ചെയ്താൽ ബാക്കിയുള്ള ആളെ നീട്ടി പരത്തി പറഞ്ഞാൽ R2NSO2PH എന്ന് മാത്രം ബാക്കിയാവും. ശരിയല്ലടാ? ഈ എച്ചും സിയലും പോയി കഴിഞ്ഞാൽ R2NSO2PH എന്ന് ബാക്കിയാവില്ലേ? ഇയാളും ഒരു പ്രസിപ്പിറ്റേറ്റ് തന്നെയാണ്. അപ്പോൾ പ്രൈമറി അമീൻ ആണെങ്കിലും സെക്കൻഡറി അമീൻ ആണെങ്കിലും ഹിൻസ്ബർഗ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് പ്രസിപ്പിറ്റേറ്റ് തരും. എന്നാൽ തേർഷറി അമീൻ ആണെങ്കിലുള്ള ഡിഫറൻസ് നോക്കണേ. R3N എന്നാണ് തേർഷറി അമീൻ. ഞാൻ ഹിൻസ്ബർഗ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യാണ്. ക്ലോറിൻ SO2PH എന്നാണല്ലോ ഹിൻസ്ബർഗ് റിയേജന്റ്. ഈ ക്ലോറിൻ്റെ കൂടെ മുകളിലെല്ലാം ആരാണ് എലിമിനേറ്റ് ചെയ്തു പോയത്? ഹൈഡ്രജനാണ് എലിമിനേറ്റ് ചെയ്തത്. നിർഭാഗ്യവശാൽ ഈ നൈട്രജൻ്റെ കൂടെ ഹൈഡ്രജൻ ഇല്ല. നൈട്രജൻ്റെ കൂടെ ഹൈഡ്രജൻ ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടെ റിയാക്ഷൻ നടക്കില്ല. നോ റിയാക്ഷൻ അഥവാ പ്രസിപ്പിറ്റേറ്റ് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുമെന്നല്ലാതെ ആ പ്രസിപ്പിറ്റേറ്റ് വരില്ല. അപ്പോൾ ഹിൻസ്ബർഗ് റിയേജന്റുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് പ്രസിപ്പിറ്റേറ്റ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ അത് തേർഷറി അമീനാണ്. പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായാൽ അത് പ്രൈമറി അമീനോ സെക്കൻഡറി അമീനോ ആണ്. ഇനി പ്രൈമറി സെക്കൻഡറി അമീനുകളെ തമ്മിൽ എങ്ങനെ തരംതിരിച്ചു മനസ്സിലാക്കാം? പ്രൈമറി അമീൻ ആണെങ്കിൽ ഉണ്ടാകുന്ന പ്രസിപ്പിറ്റേറ്റ് സൊല്യൂബിൾ ഇൻ ആൽക്കലിയാണ്. ഓർത്തു വെക്കണേ മോനെ, സൊല്യൂബിൾ ഇൻ ആൽക്കലിയാണ്. അപ്പോൾ ആ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായാൽ നമ്മൾ ഉറപ്പിച്ചു ഇത് എയ്തർ പ്രൈമറി അമീനോ സെക്കൻഡറി അമീനോ ആണ്. എന്നിട്ട് നമ്മൾ ആ പ്രസിപ്പിറ്റേറ്റിന് എടുത്തിട്ട് ഒരു ആൽക്കലിയിലിട്ടൊന്ന് കലക്കി നോക്കിയാൽ മതി. അപ്പോൾ കലങ്ങി അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പിച്ചു വെച്ചോ, ഒരു ആൽക്കലിയിൽ സൊല്യൂബിളായിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് തരുന്നത് പ്രൈമറി അമീനാണ്. പക്ഷെ സെക്കൻഡറി അമീനിലും പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നുണ്ട്, വിച്ച് ഈസ് ഇൻസൊല്യൂബിൾ ഇൻ ആൽക്കലി. ആൽക്കലിയിൽ അയാൾ എന്താണ് പറ? ഇൻസൊല്യൂബിൾ ആണ്. അപ്പോൾ ഇതാ കേട്ടോ, ഹിൻസ്ബർഗ് റിയേജന്റ് ഒഴിക്കുന്നു, പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നു. കിട്ടിയ പ്രസിപ്പിറ്റേറ്റിനെ ഒരു ബേസിൽ ആൽക്കലിയിലിട്ട് കലക്കി നോക്കുന്നു, കലങ്ങി പോകുന്നു, പ്രൈമറി അമീൻ. ഹിൻസ്ബർഗ് റിയേജന്റ് ഒഴിക്കുന്നു, പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നു. കിട്ടിയ പ്രസിപ്പിറ്റേറ്റിനെ ആൽക്കലിയിലിട്ട് കലക്കി നോക്കുന്നു, കലങ്ങുന്നില്ല, സെക്കൻഡറി അമീൻ. ഹിൻസ്ബർഗ് റിയേജന്റ് ഒഴിച്ചിട്ട് കാത്തിരിക്കുന്നു, പ്രസിപ്പിറ്റേറ്റ് വരുന്നേ ഇല്ല, തെർഷറി അമീൻ. പഠിച്ചല്ലോ? അപ്പോൾ പ്രൈമറി സെക്കൻഡറി തെർഷറി അമീനുകളെ തമ്മിൽ തരംതിരിച്ച് മനസ്സിലാക്കുന്ന ടെസ്റ്റിന്റെ പേരാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ്. ഹിൻസ്ബർഗ് റിയേജന്റിന്റെ ഫോർമുല പഠിച്ചു വെച്ചാൽ റിയാക്ഷൻസ് എഴുതാൻ ചോദിക്കാറുണ്ട്. 3 മാർക്കിന് ചോദിച്ചാൽ സിമ്പിളായിട്ട് ആൻസർ എഴുതിക്കൊള്ളണം. നെയിം ദി ടെസ്റ്റ് യൂസ്ഡ് ടു ഐഡന്റിഫൈ പ്രൈമറി അമീൻ യൂസിങ് CHCl3 ആൻഡ് എഥനോളിക് KOH. എടാ CHCl3 ശ്രദ്ധിച്ച് കേട്ടെ. CHCl3 എന്ന് പറഞ്ഞാൽ ക്ലോറോഫോം അല്ലേടാ? CHCl3 എന്ന് പറഞ്ഞാൽ ക്ലോറോഫോം ആണല്ലോ. ക്ലോറോഫോമും ആൽക്കഹോളിക് KHും ഉപയോഗിച്ചിട്ട് പ്രൈമറി അമീനിനെ തരംതിരിച്ച് മനസ്സിലാക്കാൻ ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിന്റെ പേരാണ് കാർബൈലമീൻ ടെസ്റ്റ്. കാർബൈലമീൻ ടെസ്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഐസോസയനൈഡ് ടെസ്റ്റ്. ഇതിലെ A ക്വസ്റ്റ്യനും B ക്വസ്റ്റ്യനും ഒരേ ടെസ്റ്റിനെ കുറിച്ചാണ്. A ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് B ക്വസ്റ്റ്യൻ. എന്താണ് A ക്വസ്റ്റ്യൻ? പ്രൈമറി അമീനിനെ തരംതിരിച്ച് മനസ്സിലാക്കാനുള്ള ടെസ്റ്റിന്റെ പേര് ബൈ യൂസിങ് ക്ലോറോഫോം ആൻഡ് ആൽക്കഹോളിക് KOH. ഏതാണത് പറ? കാർബൈലമീൻ ടെസ്റ്റ് ഓർ ഐസോസയനൈഡ് ടെസ്റ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് കാർബൈലമീൻ ടെസ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോ. എടാ ഞാനൊരു പ്രൈമറി അമീൻ എടുത്തു. പ്രൈമറി അമീനിന് RNH2 എന്നല്ലേ പറയുക. ആരോ മാർക്കിന് മുകളിൽ ഈ പറഞ്ഞ 2 ആളുണ്ട്. CHCl3 ഉണ്ട്, ആൽക്കഹോളിക് KOHും ഉണ്ട്. ആൽക്കഹോളിക് KOH എന്നതിൻ്റെ മറ്റൊരു രൂപമാണ് കേട്ടോ എത്തനോളിക് KOH. എത്തനോൾ എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ആണല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു കേട്ടോളെ മോനെ, ഈ 2 റിയേജന്റ് വന്നാൽ പ്രൈമറി അമീൻ RNC ആയിട്ട് മാറും. RNC എന്ന് പറഞ്ഞാൽ എന്താ? NC എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഏത് കോമ്പൗണ്ടുകളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഐസോസൈനൈഡുകളെയാണ്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഐസോസൈനൈഡാണ്. ഈ ഐസോസൈനൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടിന് ഒരു ക്യാരക്ടറിസ്റ്റിക് സ്മെല്ലുണ്ട്, ഓർത്ത് വെച്ചോളണം. അപ്പോൾ ഐസോസൈനൈഡ് ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടായാൽ അവിടെയുള്ള സ്മെല്ല് കാരണം ഐസോസൈനൈഡ് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഐസോസൈനൈഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ ഉപയോഗിച്ച റിയാക്റ്റൻ്റ് ആരായിരുന്നു? പ്രൈമറി അമീനായിരുന്നു. സെക്കൻഡറി അമീനോ തെർഷറി അമീനോ ആയിരുന്നെങ്കിൽ ഇവിടെ ഐസോസൈനൈഡ് ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന അമീൻ പ്രൈമറി അമീനാണോ പ്രൈമറി അമീൻ അല്ലേ? ഇത്രേ കാണാൻ പറ്റുള്ളൂ. പ്രൈമറി അമീനാണോ സെക്കൻഡറി അമീനാണോ തെർഷറി അമീനാണോ എന്ന് കാണാൻ ഇത് പറ്റില്ല. അതിന് ഹിൻസ്ബർഗ് ടെസ്റ്റ് തന്നെ വേണം. പ്രൈമറി അമീനാണോ അല്ലേ എന്നൊരു ഡൗട്ട് വന്നു. എന്നാൽ പിന്നെ അത് ഏത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി? ഐസോസൈനൈഡ് ടെസ്റ്റ്. ഐസോസൈനൈഡ് ടെസ്റ്റ് പ്രൈമറി അമീനുകളെയും പ്രൈമറി അമീൻ അല്ലാത്തവരെയും തമ്മിൽ തരംതിരിക്കുന്നു. മനസ്സിലായല്ലോ? നെക്സ്റ്റ് നോക്കിയേടാ, ഇതേപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ ആൻസറാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. എന്നിട്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്ക്. റിയാക്ഷൻ ഇൻ വിച്ച് ആൻ അമൈഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ പ്രൈമറി അമീൻ ബൈ ദി ആക്ഷൻ ഓഫ് ബ്രോമിൻ. റിയാക്റ്റൻറ്റുകളെ നമുക്കൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ആൻഡ് ആൽക്കഹോളിക് NOH ഈസ് നോൺ ആസ്. പഠിച്ചു വെച്ചോ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരും. ആ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. ശരിക്കും ഒന്ന് പഠിച്ചു വെച്ച മോനെ, എന്താണ് ഹോഫ്മാൻ റിയാക്ഷൻ എന്ന് പറയാം, ഹോഫ്മാൻ ഡീഗ്രഡേഷൻ റിയാക്ഷൻ എന്ന് പറയാം, ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ എന്ന് പറയാം.
ഇനി അതൊന്നും ഹാപ്പി ആവാത്തവർക്ക് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ എന്ന് കംപ്ലീറ്റ് ആയിട്ടും വേണമെങ്കിൽ പറയാം. എന്താണ് ഹോഫ്മാൻ റിയാക്ഷൻ? കേട്ടോളെ മോനെ. ഒരു RC+ONH2. എന്താണ് ഇയാളെ നമ്മൾ പേര് വിളിക്കുക? ഇയാളെ നമ്മൾ വിളിക്കുന്ന പേര് അമൈഡ് എന്നാണ്. ഈ അമൈഡിൽ നിന്ന് അമീൻ ഉണ്ടാക്കാനുള്ള റിയാക്ഷനാണ് ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. അമൈഡിൽ നിന്ന് അമീൻ ഉണ്ടാക്കണം. എന്താണ് ചെയ്യേണ്ട പണി? ഭയങ്കര സിമ്പിൾ റിയാക്ഷനാണ്. എന്ന് ശ്രദ്ധിച്ചു കണ്ടോ. അതിൻ്റെ റിയേജൻറ്റുകൾ എല്ലാവരും നോക്കി വെച്ചോ. ഒന്ന് ബ്രോമിനാണ്. ബ്രോമമൈഡ് എന്നാണല്ലോ പേര്. ബ്രോമമൈഡ് 2 വാക്ക് അതിൽ തന്നെ ഉണ്ട്. ബ്രോമമൈഡ് എന്ന് പറയുമ്പോൾ ബ്രോമിൻ എന്നും അമൈഡ് എന്നും അതിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അമൈഡാണ് റിയാക്ഷൻ എന്നും ബ്രോമിനാണ് അതിൻ്റെ റിയേജൻറ്റ് എന്ന് ഓർത്ത് വെക്കുക. ആൽക്കഹോളിക് NaOH. ഇനി നാളെ പരീക്ഷയ്ക്ക് ആൽക്കഹോളിക് AH ചോദിച്ചാലും സെയിം റിയാക്ഷനാണ്. ഒരു ബേസ് വേണം. പഠിച്ചല്ലോ പൊന്നുമോനെ. ഈ C++ ഇല്ലേടാ, C++O. ആ C++O ഇവിടെ നിന്ന് അങ്ങോട്ട് മറച്ചു പിടിച്ചാൽ മതി. ഈ C++ അവിടെ നിന്ന് അങ്ങോട്ട് മറച്ചു പിടിക്കുക. അതിനാണ് മറച്ചു പിടിച്ചാൽ കാണുന്നത് എന്താണോ അതാണ് പ്രൊഡക്റ്റ്. അപ്പോൾ എന്താണ് ഈ C++ അവിടെ നിന്ന് പോയാൽ ബാക്കി എന്താണ് പ്രൊഡക്റ്റ്? RNH2 എന്നല്ലേ ബാക്കി ഉണ്ടാവുക. ഈ കിട്ടിയ സാധനം ഒരു പ്രൈമറി അമീൻ അല്ലേ? അമീൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. എന്തമീനാണ് പറ? പ്രൈമറി അമീനാണ്. അപ്പോൾ ഇവിടെയും പ്രൈമറി അമീനുകൾ മാത്രമേ ഉണ്ടാകുള്ളൂ. സെക്കൻഡറി അമീനോ ടെർഷ്യറി അമീനോ ഈ റിയാക്ഷൻ വഴി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു. അമൈഡാണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. റിയേജൻറ്റ് ബ്രോമിനാണ്. ആൽക്കഹോളിക് NaOH ആണ്. കിട്ടുന്നത് ഈസ് ഓൾവേസ് പ്രൈമറി അമീൻ. പ്രൈമറി അമീൻ മാത്രം. പ്രൈമറി അമീൻ ഓൺലി. ആര് പറ്റില്ല? സെക്കൻഡറി അമീനോ ടെർഷ്യറി അമീനോ ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ വഴി ഉണ്ടാക്കാൻ പറ്റില്ല. പഠിച്ചു വെച്ചോളണം. ഗബ്രിയൽ സിന്തസിസ് ഈസ് യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് അമീൻസ്? വെരി ഇമ്പോർട്ടൻറ്റ്. ഗബ്രിയൽ ടാലിമൈഡ് സിന്തസിസ് എന്ന് അമീൻസിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഗബ്രിയൽ ടാലിമൈഡ് സിന്തസിസിൽ ഒരുപാട് അമീനുകളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഓൺലി പ്രൈമറി അമീനുകളെ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സെക്കൻഡറി അമീൻ ഉണ്ടാക്കാൻ പറ്റില്ല. ടെർഷ്യറി അമീൻ ഉണ്ടാക്കാൻ പറ്റില്ല. പഠിച്ചല്ലോ. എക്സ്പ്ലെയിൻ ഗബ്രിയൽ ടാലിമൈഡ് സിന്തസിസ്. ഗബ്രിയലിൻ്റെ ടാലിമൈഡ് സിന്തസിസ് പഠിക്കണമെങ്കിൽ ടാലിമൈഡ് ആരാണെന്ന് അറിയണം. C++O. വരയ്ക്കാൻ ശ്രദ്ധിച്ചു പഠിച്ചോ. കുറച്ച് വലിയൊരു കോമ്പൗണ്ടാണ്. ഇതൊക്കെ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞാൽ നിങ്ങൾ നന്നായി പഠിക്കുന്ന ആളാണെന്ന് അവർക്ക് മനസ്സിലാകും, പേപ്പർ നോക്കുന്നവർക്ക്. അപ്പോൾ നോക്കിക്കടാ, ഒരു ബെൻസീൻ റിങ്ങിൻ്റെ തൊട്ടടുത്ത കാർബണുകളിൽ 2 C++O കൊടുക്കണം. എന്നിട്ട് നേരെ അത് അറ്റാച്ച് ചെയ്യുന്നത് ഒരു NHലേക്ക്, ഒരൊറ്റ NHലേക്ക്. ഇതിനെ ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ വിളിക്കുന്ന പേരാണ് താലിമൈഡ്. എന്താണ് പേര്? താലിമൈഡ് എന്നാണ് പേര്. താലിമൈഡ്. ഈ താലിമൈഡിലേക്ക് ഞാൻ ഇടുന്ന റിയേജൻറ്റുകൾ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 ചത്താലും മറക്കാൻ പാടില്ല. 3 എണ്ണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത് ഞാൻ ഇടുന്ന റിയേജൻറ്റ് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളണേ. ഒന്ന് KOH ഒഴിവ് എടുക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇതൊക്കെ ഓരോ സ്റ്റെപ്പിലാണ് കേട്ടോ. പക്ഷെ പബ്ലിക് എക്സാമിന് നിങ്ങളിത് ഒറ്റൊന്നാക്കിയിട്ട് എഴുതിയാലും മതി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഞാൻ എടുക്കുന്നത് ആൽക്കിൽ ഹാലൈഡ് ആണ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഞാൻ എടുക്കുന്നത് NaOH ആണ്. ഈ 3 ഉപയോഗിക്കണം. 3 ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നറിയോ? ഇവിടെ ഉള്ള ഒരു ആൽക്കിൽ ഹാലൈഡിലെ R ഗ്രൂപ്പ് കണ്ടില്ലേടാ, ആ R ഗ്രൂപ്പിൻ്റെ കൂടെ ഒരു NH2 വരും. ആ R ഗ്രൂപ്പ് എവിടുന്നാണ് വന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണേ. ഈ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസിൽ നമ്മളെടുക്കുന്ന താലിമൈഡിൽ ഒരിടത്ത് പോലും R ഗ്രൂപ്പ് ഇല്ല. പിന്നെ എവിടെയാണ്? റിയേജൻ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആൽക്കിൽ ഹാലൈഡിലെ R ഗ്രൂപ്പാണ് ഇവിടെ അമീനായിട്ട് മാറുന്നത്. കിട്ടുന്ന സാധനം എന്താണെന്ന് പറഞ്ഞു നോക്കിക്കേ. പ്രൈമറി അമീൻ ഓൺലി. ഇവിടെയും പ്രൈമറി അമീൻ മാത്രമേ കിട്ടുള്ളൂ. എന്ത് കിട്ടില്ല? സെക്കൻഡറി അമീൻ കിട്ടില്ല. അതുപോലെ ടെർഷ്യറി അമീനും കിട്ടില്ല. അപ്പോൾ പ്രൈമറി അമീനിനെ മാത്രം ഉണ്ടാക്കാൻ പറ്റിയ മറ്റൊരു മെത്തേഡാണ് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. മറക്കാതെ പഠിച്ചോളണം. ഹൗ വിൽ യു കൺവേർട്ട് ദി ഫോളോയിങ്? ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഈ റിയാക്ഷൻ ഞങ്ങൾ ഉണ്ടാക്കി കുടുങ്ങി. ഇനി നിങ്ങൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരൂ എന്നാണ് ചോദ്യകർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടത്. ഈ കോമ്പൗണ്ടിനെ ഈ കോമ്പൗണ്ടാക്കി മാറ്റണം. പൊന്നു മക്കൾ, ആദ്യം ഇതിലെത്ര കാർബൺ അതിലെത്ര കാർബൺ എന്ന് എണ്ണി നോക്കിക്കേ. ഇതിലാകെ 2 കാർബൺ അല്ലേ ഉള്ളൂ. ഇത് ക്ലോറിൻ ആണല്ലോ. ഇവിടെ 3 കാർബൺ ഉണ്ട്. എടാ, 2 കാർബൺ 3 കാർബൺ ആകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കാർബൺ എക്സ്ട്രാ വരുന്നില്ലേ? കാർബൺ എക്സ്ട്രാ വരുന്ന റിയാക്ഷനിൽ സയനൈഡ് കയറി വരുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഒരു ടിപ്പായിട്ട് പറഞ്ഞു തരികയാണ്. പബ്ലിക് എക്സാമിന് മാത്രമുള്ള ടിപ്പാണ്. കാർബൺ എക്സ്ട്രാ കൂടുതൽ വരുന്ന റിയാക്ഷൻസിൽ ഒരു സയനൈഡ് കയറി വരുന്നുണ്ട് എന്ന് ചിന്തിക്കുക. അപ്പോൾ കേട്ടേളണേ, ഈ റിയാക്ഷൻ നോക്കണേ. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് Cl. ഇതാണല്ലോ ആദ്യം തന്നിരിക്കുന്ന റിയേജൻറ്റ്. ഇതിലേക്ക് ഞാൻ KCN ഒഴിക്കണം. KCN, പൊട്ടാസ്യം സയനൈഡ്. ഈ ക്ലോറിൻ അവിടുന്ന് പോയിട്ട് പകരം ഈ CN അവിടെ കയറിയിരിക്കും. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് C++N. ആരാണ് ഈ C++N? C++N ആണ് CN, അഥവാ സയനൈഡ് ഗ്രൂപ്പാണ് ഇവിടെ കയറിയിരിക്കുന്നത്. ഇനി അതിനെ റിഡക്ഷൻ നടത്തണം. റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിച്ചാൽ മതി. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിക്കാം, സോഡിയം ബോറോഹൈഡ്രൈഡ് ഉപയോഗിക്കാം, സോഡിയം ബാർ എഥനോൾ ഉപയോഗിക്കാം, പലേഡിയം ഉപയോഗിക്കാം. എടാ, റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടേക്കും ഹൈഡ്രജൻ വരും.
ഈ ട്രിപ്പിൾ ബോണ്ട് ഇല്ലടാ, ആ ട്രിപ്പിൾ ബോണ്ട് അങ്ങോട്ട് പൊട്ടിയിട്ട് സിംഗിൾ ബോണ്ടായി മാറും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ശ്രദ്ധിച്ചോ, CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് N, ഇങ്ങനെയല്ലേ ഉണ്ടാവുക. ഈ ട്രിപ്പിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി. ഇനി കാർബണിൻ്റെ വാലൻസി 4 ആ 4 2 കംപ്ലീറ്റഡ് ആണ്, ബാക്കി 2 ഹൈഡ്രജൻ വെച്ച് കൊടുത്തു. നൈട്രജൻ്റെ വാലൻസി 3 അതിലിപ്പോൾ 1 കംപ്ലീറ്റഡ് ആണ്, ബാക്കി 2 ഹൈഡ്രജൻ വെച്ച് കൊടുത്തു. ഇതന്നെയല്ലേ ഇത്, നമ്മളോട് ഉണ്ടാക്കാൻ പറഞ്ഞ പ്രൊഡക്റ്റ് കിട്ടിയല്ലോ. അപ്പോൾ സംഭവം സിമ്പിളാണ്. കാർബണിൻ്റെ എണ്ണം കൂട്ടണം, അതുകൊണ്ട് ഞാൻ ആദ്യം സയനൈഡ് ആഡ് ചെയ്തു. ഇനി ആ സയനൈഡിനെ CH2NH2 എന്ന ഗ്രൂപ്പാക്കി മാറ്റാൻ റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടുള്ള ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റിനെ ഉപയോഗിച്ചു. ഇതോടുകൂടെ ഈ പറഞ്ഞ കൺവേർഷൻ പോസിബിളായി. ഡീലാണല്ലോ. അറേഞ്ച് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ ബേസിക് സ്ട്രെങ്ത്. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കി. ഒന്നാമത്തെ കോമ്പൗണ്ട് അമോണിയയാണ്. രണ്ടാമത്തെ കോമ്പൗണ്ട് C6H5NH2 എന്ന് പറഞ്ഞാൽ ഒരു ബെൻസീൻ റിംഗിൽ NH2, നമ്മളതിനെ അനിലിൻ എന്ന് പേര് വിളിക്കും. 3, 4, 5 കോമ്പൗണ്ടുകൾ അമീനുകളാണ്. ആദ്യത്തേത് അരോമാറ്റിക് അമീനാണ്, ഇതെല്ലാം ആലിഫാറ്റിക് അമീനുകളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബേസിക് സ്ട്രെങ്ത് ഇങ്ങനെയാണ് പറയുക. അമോണിയ എന്നതിനൊരു റെഫറൻസ് ആയിട്ട് എടുത്താൽ ആ അമോണിയേക്കാൾ ബേസിസിറ്റി കൂടുതലാണ് അലിഫാറ്റിക് ആയിട്ടുള്ള അമീനുകൾക്ക്, RNH2. അലിഫാറ്റിക് അമീനുകൾ എന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ആളുകൾക്ക് അമോണിയേക്കാൾ കൂടുതലാണ്. അമോണിയേക്കാൾ ബേസിസിറ്റി കുറവാണ് ബെൻസീൻ റിംഗിൽ NH2 എന്ന് പറയുന്ന അനിലിന്. അതിൻ്റെ കാരണമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അനിലിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് റെസൊണൻസിന് വേണ്ടിയിട്ട് കറങ്ങാൻ പോകുമ്പോൾ അവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിൻ്റെ അൺഅവൈലബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. വിട്ടേക്ക്, എന്തോ ആവട്ടടാ. RNH2, NH3, ബെൻസീൻ റിംഗിൽ NH2, ഇതാണ് 3 ആളുകൾ. ഈ 3 പേരെ ഞാൻ ബേസിക് സ്ട്രെങ്ത്തിൻ്റെ ഓർഡറിൽ ഞാനിപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. ഇനി ഈ ഇതിലേക്കൊന്ന് നോക്കിക്കേ. അപ്പോൾ ഏറ്റവും കുറവ് ബേസിക് സ്ട്രെങ്ത് ഉള്ളത് ഇയാൾക്കാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ C6H5NH2 ആണ് ഏറ്റവും വീക്ക് ബേസ് NH2. അതിനേക്കാൾ ബേസാണ് NH3. അതിനേക്കാൾ ബേസിക്കാണ് ഈ പറയുന്ന 3 ആളുകൾ. ആ 3 ആളുകളിൽ ആരാണ് ഏറ്റവും നല്ല ബേസ് എന്ന് നോക്കണം. അപ്പോൾ അതിൻ്റെ നമ്മൾ നോക്കേണ്ടത് NH2വിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൽക്കിൽ ഗ്രൂപ്പ് ആരാണെന്ന് നോക്കണം. ആൽക്കിൽ ഗ്രൂപ്പ് CH3 അല്ലേ? അപ്പോൾ ആൽക്കിൽ ഗ്രൂപ്പ്, ഞാൻ അതിന് R ഗ്രൂപ്പ് എന്നാണ് പേര് വിളിക്കുക. R ഗ്രൂപ്പ് CH3 ആണെങ്കിൽ ബേസിക് സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ ഇങ്ങനെയാണ്: സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ ടെർഷറി. പഠിച്ചിട്ടുണ്ടല്ലോ. ബേസിക് സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ ഇങ്ങനെയാണ്. R ഗ്രൂപ്പ് CH3 ആണെങ്കിൽ സെക്കൻഡറി, പ്രൈമറി, ടെർഷറി. R ഗ്രൂപ്പ് ഈതയിലാണെങ്കിൽ അഥവാ C2H5 ആണെങ്കിൽ, ഈതയിൽ ഗ്രൂപ്പ് ആണെങ്കിൽ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷറി ഗ്രേറ്റർ ദാൻ പ്രൈമറി എന്നാണ് ബേസിക് സ്ട്രെങ്ത്. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, നമുക്കിവിടെ CH3 ഗ്രൂപ്പാണ്, അതിൻ്റെ മാത്രം കഥ പറഞ്ഞാൽ മതി. അപ്പോൾ ഇയാൾ നോക്കിയേ, NH2 NH2 വന്നാൽ പ്രൈമറിയാണ്, NH വന്നാൽ സെക്കൻഡറിയാണ്, N മാത്രം വന്നാൽ ടെർഷറിയാണ്. അപ്പോൾ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഇയാളല്ല ഏറ്റവും കൂടുതൽ. ഏറ്റവും കുറവാരാ? നമ്മൾ കുറവുള്ളിടത്തുനിന്ന് കൂടുതലുള്ളിടത്തേക്കാണല്ലോ എഴുതിയിട്ട് പോകണം. ഏറ്റവും കുറവ് ടെർഷറിയാണ്. R ഗ്രൂപ്പ് CH3 ആണെങ്കിൽ ഏറ്റവും കുറവ് ടെർഷറിയാണ്. ടെർഷറി ആരാ? CH3, 3 ടൈംസ് N. പിന്നെ ആരാ വരിക? പ്രൈമറി വരും. പ്രൈമറി ആരാ? CH3NH2. ലാസ്റ്റ് ആരാ വരിക? സെക്കൻഡറി വരും. CH3, 2 ടൈംസ് NH. ദിസ് ഈസ് ദി ഓർഡർ ഓഫ് ബേസിസിറ്റി. മനസ്സിലായല്ലോ? അപ്പോൾ അലിഫാറ്റിക് അമീൻ, അമോണിയ, അരോമാറ്റിക് അമീൻ, ഇതാണ് ഓർഡർ. അരോമാറ്റിക് അമീനുകളുടെ കൂട്ടത്തിൽ തന്നെ ആൽക്കൈൽ ഗ്രൂപ്പ് CH3 എന്ന ഗ്രൂപ്പ് ആണെങ്കിൽ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ ടെർഷറി എന്നതാണ് ഓർഡർ. ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഈ ടേബിളിൽ എഴുതുമ്പോഴുണ്ടാകുന്ന വൃത്തികേട് മാറാൻ വേണ്ടി ഞാൻ ഇതിനെ ABC എന്ന് നമ്പർ കൊടുക്കുകയാണ്. ഇതിനെ A, ഇതിനെ B, ഇതിനെ C. A ആരാണ്, B ആരാണ്, C ആരാണെന്ന് ഞാനിവിടെ എഴുതും. നോക്കിക്കേടാ, ഇതൊരു പ്രൈമറി അമീനാണ്. പ്രൈമറി അമീനിലേക്ക് ക്ലോറോഫോമും ആൽക്കഹോളിക് AH ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ്റെ പേര് കാർബൈലമീൻ റിയാക്ഷൻ അഥവാ ഐസോസൈനൈഡ് ടെസ്റ്റ് ആണെന്നും ഇവിടെയുള്ള NH2 എന്ന ഗ്രൂപ്പ് മാറിയിട്ട് പകരം എന്ത് വരും? NC എന്ന ഗ്രൂപ്പ് കയറി വരുമെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ CH3, CH2, NH2 എന്നതിന് പകരം NC എന്ന ഐസോസൈനൈഡ് കിട്ടും. അത് നമ്മൾ കണ്ട റിയാക്ഷനാണ്. ഇതാ ഒരു അമൈഡ് തന്നിട്ടുണ്ട്. അമൈഡിലേക്ക് ബ്രോമിനും ആൽക്കലിയും, അപ്പോൾ തന്നെ മനസ്സിലായി ബ്രോമമൈഡ് റിയാക്ഷനാണ്. അപ്പോൾ അമൈഡിലെ ഈ C ഡബിൾ ബോണ്ട് O എന്ന ഗ്രൂപ്പ് അങ്ങോട്ട് പോകുമെന്നും CH3NH2 എന്ന പ്രൊഡക്റ്റ് കിട്ടുമെന്നും നേരത്തെ ഞാൻ പഠിപ്പിച്ചു. ആ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചോദ്യം. അതിൻ്റെ പേരാണ് ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ നേരത്തെ പഠിപ്പിച്ച സാധനമല്ലേ കുഞ്ഞ്? നെക്സ്റ്റ് നോക്കിക്കേ, റിയാക്റ്റൻറ്റിനെ നീ കണ്ടെത്തണം. റിയേജൻറ്റ് NaNO2 + HCl നേരത്തെ നമ്മൾ കണ്ടതാ. 273 to 278 കെൽവിൻ വേണം. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഉണ്ടാകുന്നുണ്ട്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ദ റിയാക്ഷൻ ഈസ് ഡയാസോട്ടൈസേഷൻ. എല്ലാം ഇവിടെ പറയുന്നുണ്ട്.
റിയാക്റ്റൻറ്റിനെയാണ് ക്വസ്റ്റ്യൻ. റിയാക്റ്റൻ്റ് ആരാണെന്ന് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അനിലിനാണ്. ഓർമ്മയില്ലടാ, അനിലിനാണ്. അത് സിമ്പിളായിട്ടുള്ള ഒരു ടേബിളായിരുന്നു. വാട്ട് ആർ ദി പ്രൊഡക്ട്സ് ഒബ്റ്റൈൻഡ് വെൻ അനിലിൻ ഈസ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ വാട്ടർ? ശരിക്കും പഠിച്ചു വെച്ചോളണേ. എടാ, അനിലിൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിൽ NH2 ഗ്രൂപ്പ് ആണല്ലോ. അയാൾ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. ബ്രോമിൻ വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാ ഓർത്തോ പൊസിഷനിലും എല്ലാ പാരാ പൊസിഷനിലും ബ്രോമിൻ കയറി മേയും. ഇതൊരു ഓർത്തോയാണ്, ഇതൊരു പാരയാണ്, ഇതൊരു ഓർത്തോയാണ്. അപ്പോൾ ഇതിൻ്റെ പേര് 2,4,6 ട്രൈബ്രോമോ അനിലിൻ എന്നാണ്. എന്താണ് പേര്? 2,4,6 ട്രൈബ്രോമോ അനിലിൻ. ട്രൈബ്രോമോ അനിലിൻ എന്നാണ് ഇവൻ്റെ പേര് വരിക. ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ദിസ് ഈസ് എ വൈറ്റ് കളേർഡ് പ്രസിപ്പിറ്റേറ്റ്. വൈറ്റ് കളേർഡ് പ്രസിപ്പിറ്റേറ്റ്. അപ്പോൾ നിന്നോട് പരീക്ഷയ്ക്ക് അനിലിനും ബ്രോമിൻ വാട്ടറും റിയാക്ട് ചെയ്താൽ കിട്ടുന്ന വൈറ്റ് കളേർഡ് പ്രസിപ്പിറ്റേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ ഇങ്ങനെ ഒരു റിയാക്ഷൻ ഞങ്ങൾ പഠിച്ചു വെച്ചതാണ്. പക്ഷേ വൈറ്റ് കളേർഡ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇനി അതിൽ ട്വിസ്റ്റ് വല്ലതും ഉണ്ടോ എന്നൊന്ന് തെറ്റിദ്ധരിച്ച് നിൽക്കണ്ട. അവൻ്റെ പേര് 2,4,6 ട്രൈബ്രോമോ അനിലിൻ. അനിലിൻ്റെ എല്ലാ ഓർത്തോയിലും പാരയിലും ബ്രോമിൻ കയറി മേയും. പ്രെഡിക്റ്റ് ദി പ്രൊഡക്റ്റ്. സിമ്പിൾ റിയാക്ഷൻ. ടിന്നുബാർ HCl ഒരു റെഡ്യൂസിങ് ഏജൻ്റാണ്. ടിന്നുബാർ HCl ഒരു റെഡ്യൂസിങ് ഏജൻ്റാണ്. അവരെന്താ ചെയ്യാന്നറിയോ? NO2 എന്ന ഗ്രൂപ്പിനെ NH2 എന്ന ഗ്രൂപ്പായിട്ട് മാറ്റും. അപ്പോൾ ഈ ബെൻസീൻ റിങ്ങിൽ ഒരു NO2 ഉണ്ടല്ലോ, ആ ബെൻസീൻ റിങ്ങിലെ NO2 ബെൻസീൻ റിങ്ങിൽ തന്നെ NH2 ആയിട്ട് മാറും. പഠിച്ചല്ലോ. NH2 എന്നാൽ അതിൻ്റെ പേര് അനിലിൻ എന്നാണ്. അനിലിനിലേക്ക് ബ്രോമിൻ വാട്ടർ ഒഴിച്ചാൽ, തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ ഞാൻ അതിൻ്റെ റിയാക്ഷൻ പറഞ്ഞതാണ്, അനിലിൻ്റെ ഓർത്തോ പൊസിഷനുകളിലും പാരാ പൊസിഷനിലും ബ്രോമിൻ വരും. ഇവിടെ ബ്രോമിൻ, ഇവിടെ ബ്രോമിൻ, ഇവിടെ ബ്രോമിൻ. പഠിച്ചില്ലേ? 2,4,6 ട്രൈബ്രോമോ അനിലിൻ വരും. നെക്സ്റ്റ് എടാ, അനിലിനിലേക്ക് കോൺസെൻട്രേറ്റഡ് HNO3 കോൺസെൻട്രേറ്റഡ് H2SO4. എടാ, കോൺസെൻട്രേറ്റഡ് HNO3 കോൺസെൻട്രേറ്റഡ് H2SO4നെ നമ്മൾ ഫ്യൂമിംഗ് HNO3 ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ് എന്ന് പേര് വിളിക്കും. ദാറ്റ് ഈസ് ദി റിയേജൻറ്റ് ഫോർ നൈട്രേഷൻ. നൈട്രേഷൻ ആണ് ഇവിടെ നടക്കുക. അഥവാ ബെൻസീൻ റിങ്ങിലേക്ക് NO2 ഗ്രൂപ്പാണ് കയറി വരിക. സാധാരണഗതിയിൽ ഈ NH2 എന്ന ഗ്രൂപ്പ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണല്ലോ. അപ്പോൾ ഒന്നിരിക്കൽ ഓർത്തോ പൊസിഷനിലോ അല്ലെങ്കിൽ പാരാ പൊസിഷനിലോ ആണ് NO2 നിയമപ്രകാരം വരേണ്ടത്. പക്ഷേ ഇവിടെ കൺസിഡറബിൾ എമൗണ്ടിൽ മെറ്റാ ഡെറിവേറ്റീവും വരുന്നുണ്ട് എന്നൊന്ന് ഓർത്തു വെച്ചേക്കണം. അപ്പോൾ നോക്കിയടാ, ബെൻസീൻ റിങ്ങിൽ NH2 ഉണ്ട്. ആ NH2വിൻ്റെ പാരാ പൊസിഷനിൽ NO2 വരാം, നോർമലി വരുന്നത് പോലെ. NH2വിൻ്റെ മെറ്റാ പൊസിഷനിലും NO2 വരാം. ഇത് നോർമലി വരുന്ന വരവല്ല, ഇത് ഇവിടെ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ്. ബെൻസീൻ റിങ്ങിൻ്റെ NH2വിൻ്റെ ഓർത്തോ പൊസിഷനിലും NO2 വരാം. അപ്പോൾ ഓൾ ദി 3 ടൈപ്സ് ഓഫ് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് നൈട്രേഷൻ പ്രൊഡക്ട്സ് ആർ പോസിബിൾ. അഥവാ പാരാ നൈട്രോ അനിലിൻ, മെറ്റാ നൈട്രോ അനിലിൻ ആൻഡ് ഓർത്തോ നൈട്രോ അനിലിൻ എല്ലാം ഉണ്ടാകാം. എത്ര പെർസെൻറ്റേജ് വരെ ഉണ്ടാകാം എന്നൊക്കെ NCERT വളരെ കൃത്യം പറയുന്നുണ്ട്. ഇത് 51% ഉണ്ടാവാം, പിന്നെ ഇത് 47% ഉണ്ടാവാം, ഇത് 2% ഉണ്ടാവാം എന്നുള്ള കഥകളെല്ലാം NCERT അവിടെ പറയുന്നുണ്ട്. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചാൽ വൃത്തിയായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതി വെക്കാം. പ്രെഡിക്റ്റ് ദി പ്രൊഡക്റ്റ് ആൻഡ് നെയിം ദി റിയാക്ഷൻസ്. എടാ, ഇതൊന്ന് നോക്കിയേ. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് അല്ലേ ഈ ചെരിച്ചടത്തി വെച്ചേക്കണേ? ബെൻസീൻ റിങ്ങിൽ N2Cl ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡാ. ഈ കിടക്കുന്ന ആൾ ഫീനോളാ, ഈ കിടക്കുന്ന ആൾ അനിലിനാണ്. അപ്പോൾ ഫീനോളും അനിലിനുമായിട്ട് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനുള്ള റിയാക്ഷനെ ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ വിളിക്കുന്ന പേര് കപ്ലിംഗ് റിയാക്ഷൻ എന്നാണ്. എന്താണ് പേര്? പറ. കപ്ലിംഗ് റിയാക്ഷൻ. അപ്പോൾ കപ്ലിംഗ് റിയാക്ഷൻ സംഭവിക്കുന്നത് എന്ത്? ഭയങ്കര സിമ്പിളാണ്, വളരെ എളുപ്പമുള്ള റിയാക്ഷനാണ്. നിങ്ങൾക്കിതിങ്ങനെ കുത്തിനെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവുക. അതിനൊന്ന് ചെരിച്ച് കടത്താനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് എത്ര എളുപ്പമാണെന്ന് നോക്കാം. ഇത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൽ നിന്ന് ക്ലോറിൻ പോകും. ഇത് ഫീനോളാണ്. ഫീനോളിൻ്റെ പാരാ പൊസിഷനിൽ നിന്ന് ഹൈഡ്രജനും പോകും. ഇതല്ലേ പാരാ പൊസിഷൻ, അവിടുന്ന് ഹൈഡ്രജൻ പോകും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് നോക്കിയേ. ഇതാരാ? ബെൻസീൻ റിങ്. ഇപ്പോൾ ഞാനിങ്ങനെ വരക്കുന്നുണ്ടേ, ഒരു ബെൻസീൻ റിങ് വരച്ചു. ഓക്കെ, ആ ബെൻസീൻ റിങ്ങിൽ N ഈ ട്രിപ്പിൾ ബോണ്ട് മോനെ ഡബിൾ ബോണ്ടായിട്ട് മാറും. അതാണ് ചിന്തിക്കേണ്ടത്. ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആകും N. അടുത്ത ബെൻസീൻ റിങ് മനസ്സിലായല്ലോ? ഇവിടുന്ന് ആ ക്ലോറിൻ പോയി, ഇവിടുന്ന് ഹൈഡ്രജൻ പോയി, ഈ നൈട്രജൻ നേരെ ഈ ബെൻസീനിലേക്ക് ബോണ്ട് ഉണ്ടാക്കി. ആ ബെൻസീനിൻ്റെ പാരാ പൊസിഷനിൽ ഒരു OH ഗ്രൂപ്പും ഇല്ലേ? അപ്പോൾ ഇവനെ നമ്മൾ വിളിക്കുന്ന പേര് പാരാ ഹൈഡ്രോക്സി അസോബെൻസീൻ എന്നാണ്. പാരാ ഹൈഡ്രോക്സി അസോബെൻസീൻ. ഈ OHനെ മറച്ചു പിടിച്ചാൽ ബാക്കി കാണുന്ന ആളില്ലടാ. OH മറച്ചു പിടിച്ചാൽ ബാക്കി നീ എന്താണോ കാണണേ
അതിനെ ഞങ്ങൾ കാലങ്ങളായിട്ട് ശാസ്ത്ര ലോകത്ത് അസോബെൻസിൻ എന്നാ പേര് വിളിക്കുക. ആ അസോബെൻസിനിൻ്റെ പാരാപൊസിഷനിൽ ഒരു OH ഉള്ളത് കൊണ്ടാണ് ഇന്നറിയാം നമ്മൾ പാരാഹൈഡ്രോക്സി അസോബെൻസിൻ എന്ന് പേര് വിളിക്കുന്നത്. എന്ന പോലെ അടുത്തൊരു ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിലെ ഇവിടുത്തെ ക്ലോറിനും പാരാപൊസിഷനിലെ ഹൈഡ്രജനും പോയി. കിട്ടുന്ന പ്രൊഡക്റ്റിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇതേ സാധനം തന്നെ. താഴെ OH കിട്ടുന്നതിന് പകരം NH2 കിട്ടും. അപ്പോൾ ആ കിട്ടുന്ന പ്രൊഡക്റ്റ് വരക്കാൻ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. അവൻ്റെ പേര് പാരാ അമിനോ അസോബെൻസീൻ എന്നായിരിക്കും. ഓർമ്മ ഉണ്ടല്ലോ, പാരാ അമിനോ അസോബെൻസീൻ എന്നാണ് ഇവൻ്റെ പേര് വരിക. ദാറ്റ്സ് ഓൾ. അമീൻസ് എന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട എല്ലാ റിയാക്ഷൻസും ഇപ്പോൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. വൃത്തിക്ക് പഠിച്ചോളണം. ബാക്കി നമുക്ക് ലൈവിൽ കാണാം. താങ്ക് യു.